ഒരു കാലറി കഴിക്കുന്നതിന് ഞാൻ 1 രൂപ കൊടുക്കാൻ പോകുക. പീനട്ട് ബട്ടർ കണ്ട, ഈ പീനട്ട് ബട്ടർ നിങ്ങൾ ഫുള്ളും കഴിച്ച് തീർത്താൽ ഞങ്ങൾക്ക് 6000 രൂപ കിട്ടും. എന്താണ് ഇങ്ങനെ 6000 തിരിക്കുന്നതല്ല? പിന്നെ നിങ്ങൾ വല്ല ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു 500 രൂപ പോകും. ഇതൊക്കെ മേടിക്കാനും പൈസ ഉണ്ടേ, അല്ലാതെ വെറുതെ 1 മണിക്കൂറേ ഉള്ളൂ. 5 ഐറ്റം എടുക്കാം, അത് കഴിച്ചിട്ട് അടുത്ത ഐറ്റത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടാ. ഈ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായെന്നാണ്. ആ പൾപ്പി ഓറഞ്ച് കഴിച്ചാൽ വെറും 130 രൂപ കിട്ടത്തുള്ളൂ. ഇതെന്താണ് ഐസ്ക്രീം ഒക്കെ എടുക്കുന്നത്, അതും ചെറുത് ഇതിനെല്ലാം 100 രൂപ. ആ സിപ്പപ്പിലാണ് വെറും 80 രൂപ കിട്ടത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ. ഈ ഐസ്ക്രീമിന് 130 രൂപ. തീരുമാനമായി മോനെ, ഇത് എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു തീരുമാനമാകുന്നു. കിൻഡർ ജോയ് എടുത്ത് അത് 130 രൂപ. ആരെങ്കിലും പറഞ്ഞാൽ ഇത്രയും കുറച്ച് കഴിച്ചാൽ മതി എന്ന്, ഇത് കൂടുതലെടുക്കൂ പ്ലീസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിച്ചെങ്കിലും ഒന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ പൾപ്പി ഓറഞ്ച് കയ്യിലോട്ട് കൊടുക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എങ്ങോട്ട് മാഞ്ഞു പോയെന്ന് അറിയത്തില്ല. മേടിച്ച എല്ലാം ഒരു സ്ട്രാറ്റജി ആണെന്ന് അറിയത്തില്ല കേട്ടോ. ഈ കിൻഡർ ജോയ്ക്കകത്തുള്ളത് കഴിക്കുന്നതിന് 130 രൂപ. വലുതായിട്ടൊന്നും ഇല്ലല്ലോ, 2 സ്പൂണേ ഉള്ളത്. അടുത്ത ഏതാ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പറയാം ലേസും ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാന്ന്. ഇതൊക്കെ വയറ്റ് കൊള്ളാവോ? ആ ലേസ് കഴിച്ചാൽ 370 രൂപയും കിട്ടും, ഐസ്ക്രീം കഴിച്ചാൽ 80 രൂപ. രണ്ടും കൂടി 450 രൂപ. ഫുൾ വീഡിയോക്കകത്തോണ്ട് എത്ര